ഷോർട്ട് കട്ട് റോഡിലേക്ക് തിരിഞ്ഞതും അതിലൂടെ പുറത്തേക്ക് പോയതുമായ എല്ലാ വണ്ടികളുടെയും നമ്പറുകൾ അവർ ഓരോന്നായി ലോഗ് ബുക്കിലേക്ക് കുറിച്ചെടുത്തു. ആ നമ്പറുകൾക്കിടയിൽ എവിടെയോ തന്റെ അച്ചുവിന്റെ ജീവിതം തകർത്ത ആ കാട്ടാളന്മാർ ഒളിച്ചിരിപ്പുണ്ടെന്ന് അരുണിന് നന്നായി അറിയാമായിരുന്നു. അവൻ ആ നമ്പറുകളിലേക്ക് വലിഞ്ഞു മുറുകിയ മനസ്സോടെ നോക്കി. അന്ന് ഓഫീസിൽ ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടിയെ കാണാനില്ലെന്ന പരാതിയുമായി 2 പേർ അരുണിന്റെ ക്യാബിനിലേക്ക് വന്നത്. പരാതിക്കൊപ്പം അവർ നീട്ടിയ ആ ഫോട്ടോ കണ്ടതും അരുണിന്റെ കൈകൾ ഒരു നിമിഷം നിശ്ചലമായി. അത് അവന്റെ അച്ചുവിന്റെ ഫോട്ടോയായിരുന്നു. മുന്നിൽ നിൽക്കുന്നത് അവളെ ഒരു ബാധ്യതയായി കാണുന്ന അവളുടെ അമ്മാവന്മാരും. ഒരു നിമിഷം എന്ത് പറയണമെന്ന് അവൻ ആലോചിച്ചു പോയി. അവൻ അവരെ തന്നെ ഒന്ന് നോക്കി. അവരുടെ മുഖത്ത് വലിയ പേടിയോ ടെൻഷനോ ഒന്നും കാണാനില്ല. അച്ചു തന്റെ സംരക്ഷണയിൽ സുരക്ഷിതയായിട്ടുണ്ടെന്ന് അവരോട് പറയാൻ അവന്റെ മനസ്സ് അനുവദിച്ചില്ല. അങ്ങനെ പറഞ്ഞാൽ അവരിപ്പോൾ തന്നെ അവളെ കാണണമെന്ന് പറഞ്ഞു വരും. അവളെ ഈ ഒരു അവസ്ഥയിൽ അവർ കണ്ടാൽ കാര്യങ്ങൾ താൻ വിചാരിച്ചതുപോലെയാവില്ല മുൻപോട്ട് പോകുന്നത്. ഈ മനുഷ്യരും നാട്ടുകാരും ആരും തന്നെ അവളെ ഒരു ഇരയായി, ആളുകൾ ഉപദ്രവിച്ച ഒരു പെണ്ണായി കാണുന്നത് അവന് സഹിക്കാൻ കഴിയില്ലായിരുന്നു. അവളുടെ ശരീരത്തിലെയും മനസ്സിലെയും മുറിവുകളൊക്കെ മാറി അവൾ പൂർണ്ണ ആരോഗ്യവതിയായ ശേഷം മാത്രം ഇവരുടെ മുന്നിൽ എത്തിച്ചാൽ മതിയെന്ന് അവൻ ഉറപ്പിച്ചു. തന്റെ ഉള്ളിലെ ചിന്തകൾ പുറത്തു കാണിക്കാതെ ഒരു സാധാരണ ഓഫീസറെ പോലെ അരുൺ അവരെ നോക്കി ചോദിച്ചു, അവൾ പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തും നിങ്ങൾ അന്വേഷിച്ചോ? ഉവ്വ്, അത്യാവശ്യം എല്ലായിടത്തും അന്വേഷിച്ചു. ജോലി കഴിഞ്ഞ് കൃത്യസമയത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. പിന്നെ അവൾ അങ്ങനെ വേറെ എവിടെയും പോകില്ല, അവർ പറഞ്ഞു. എവിടെയാണ് അവൾ ജോലിക്ക് നിൽക്കുന്നത്? PK ടെക്സ്റ്റൈൽസിൽ. എത്ര മണിക്കാണ് ജോലി കഴിഞ്ഞിറങ്ങുന്നത്? അവൻ വീണ്ടും ചോദിച്ചു. 8 മണിക്ക്. അവർ പറഞ്ഞതും എന്തിനോ അവന്റെ നെഞ്ചൊന്ന് പിടച്ചു. ഇന്നലെ രാത്രി വീട്ടിലെത്തേണ്ട കുട്ടിയെ കാണാനില്ലെന്നും പറഞ്ഞ് നിങ്ങൾ ഇപ്പോഴാണോ വരുന്നത്? ഇന്നലെ നിങ്ങൾ എവിടെയായിരുന്നു? എന്താണ് നിങ്ങൾ ഇന്നലെ വരാതിരുന്നത്? അവൻ ചോദിച്ചു. അവർക്ക് അതിനെന്തു പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഇത് തന്നെ പിന്നീട് തങ്ങളുടെ തലയിൽ യാതൊരു പ്രശ്നവും വരരുത് എന്നുള്ളതുകൊണ്ട് മാത്രം വന്നതാണ്. അല്ലാതെ അവളെ ഓർത്തുള്ള പേടി കൊണ്ടോ ആവലാതി കൊണ്ടോ വന്നതല്ല. അത് ഞങ്ങൾ ഇന്നലെ അവൾ ചെല്ലാൻ സാധ്യതയുള്ള എല്ലായിടത്തും അന്വേഷിച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് തിരയുന്നതിനിടയിൽ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കാൻ വിട്ടുപോയി. അവരെന്തൊക്കെയോ തപ്പിത്തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ എല്ലാവരും ആദ്യം പോലീസിനെയാണ് വിവരമറിയിക്കാറ്. ഇവിടെ അവർക്ക് പോലീസിനെ അറിയിക്കാൻ മറന്നുപോയത്രേ. അവന് അവരോട് പുച്ഛമാണ് തോന്നിയത്. അവൾ എങ്ങനെയാണ് വരാറ്? അവൻ അവരെ തറപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. ബസ്സിന് വരും, പിന്നെ സ്റ്റോപ്പിലിറങ്ങി നടന്നിട്ടും. ഒറ്റയ്ക്കോ? നിങ്ങളാരും വിളിക്കാൻ പോകാറില്ലേ? അവന്റെ ആ ചോദ്യത്തിൽ വന്നവരൊന്ന് പേടിച്ചിട്ടുണ്ട്. ഇല്ല, അത് ആളുകൾ ഉള്ള റോഡ് തന്നെയാണ്. പിന്നെ അവൾക്ക് വന്ന് ശീലമായി. അവളുടെ കല്യാണം കഴിഞ്ഞതാണോ? ഇല്ല, അവർ വീണ്ടും പറഞ്ഞു. അവൾക്ക് ആരോടെങ്കിലും വല്ല ഇഷ്ടമെങ്ങാനുമുണ്ടോ? അവൾ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയതാകാൻ സാധ്യതയുണ്ടോ? അരുണിന്റെ ചോദ്യം കേട്ട് അവർ പരസ്പരം ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, അറിയില്ല സർ, അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഇതിനു മുൻപ് ഒരു ദിവസം അവൾക്ക് പനി പിടിച്ച് ബോധമില്ലാതെ കിടന്നപ്പോൾ ഏതോ ഒരു കണ്ണേട്ടൻ എന്ന് കുറെ തവണ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ ആരാണെന്ന് പറഞ്ഞതുമില്ല. അവരുടെ ആ വാക്കുകൾ കേട്ടതും അരുണിന് നെഞ്ചിലാകെ ഒരു കത്തി കുത്തിയിറക്കിയതുപോലെ തോന്നി. വല്ലാത്തൊരു വേദന അവനെ വന്നു പൊതിഞ്ഞു. താൻ അരികിലില്ലാതിരുന്നിട്ടും കഠിനമായ പനിയുടെ അബോധാവസ്ഥയിലും അവൾ വിളിച്ചിരുന്നത് തന്റെ പേരായിരുന്നു. അവൾ തന്നെ അത്രമാത്രം ജീവനായി സ്നേഹിച്ചിരുന്നു എന്ന ചിന്ത അവനെ വല്ലാതെ പൊള്ളിച്ചു കളഞ്ഞു. പക്ഷേ ഒരു IPS ഓഫീസറുടെ കസേരയിലിരുന്ന് അവനത് പുറത്തു കാണിച്ചില്ല. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവൻ പറഞ്ഞു, ശരി, പരാതി ഇവിടെ ഇരിക്കട്ടെ. ഞങ്ങൾ കാര്യമായി തന്നെ അന്വേഷിക്കാം. പേടിക്കേണ്ട, ഞങ്ങൾ അവളെ കണ്ടെത്തും. അവൾ സേഫായിരിക്കും. അവൻ അവരെ അവിടെ നിന്നും പറഞ്ഞയച്ചു. അവർ ഇറങ്ങിപ്പോകുന്നത് നോക്കി നിന്ന അരുണിന് വല്ലാത്തൊരു പുച്ഛവും ദേഷ്യവുമാണ് അവരോട് തോന്നിയത്. സ്വന്തം സഹോദരിയുടെ മകളെയാണ് കാണാതായിരിക്കുന്നത്.
എന്നിട്ടും അവരുടെ മുഖത്തോ വാക്കുകളിലോ ഒരിറ്റു സങ്കടമോ വിഷമമോ ഇല്ലായിരുന്നു. വെറും ഒരു ചടങ്ങു തീർക്കാൻ വന്നതുപോലെയായിരുന്നു അവരുടെ ഭാവം. എങ്കിലും ഇപ്പോൾ അവരിൽ നിന്നും ഈ വിവരം ഒളിപ്പിച്ചു വെച്ചത് എന്തുകൊണ്ടും നന്നായെന്ന് അവന് തോന്നി. അവൻ അവർ തന്ന ഫോട്ടോയിലേക്കൊന്ന് നോക്കി. അവളുടെ നിഷ്കളങ്കമായ മുഖം കാണുമ്പോൾ അവൻ അറിയാതെ തന്നെ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അന്ന് വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞയുടൻ അരുൺ നേരെ വന്നത് മരിയയുടെ വീട്ടിലേക്കാണ്. അന്ന് മരിയയ്ക്ക് ഹോസ്പിറ്റലിൽ ലീവായിരുന്നതുകൊണ്ട് പകൽ മുഴുവൻ അവൾ അച്ചുവിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അച്ചുവിനെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോകാം എന്ന ഉദ്ദേശത്തോടെയാണ് അരുൺ മരിയയുടെ വീട്ടിലെത്തുന്നത്. എന്നാൽ അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഏകദേശം മാറി തുടങ്ങിയിരുന്നു. അകത്തെ മുറിയിലേക്ക് ചെന്ന അരുൺ കണ്ടത് രാവിലെ അവൻ കണ്ട അച്ചുവിനെയല്ലായിരുന്നു. അവളാകെ മൂടിക്കെട്ടി ആരോടും ഒന്നും മിണ്ടാതെ മുറിയുടെ ഒരു മൂലയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ആരെയും ഉപദ്രവിക്കുകയോ അസാധാരണമായി ഒച്ച വെക്കുകയോ ഒന്നും അവൾ ചെയ്യുന്നില്ല. പക്ഷേ അവളുടെ കണ്ണുകളിലെ ആ പഴയ വെളിച്ചം പൂർണ്ണമായും കെട്ടുപോയിരിക്കുന്നു. ശൂന്യമായ ഏതോ ലോകത്തേക്ക് നോക്കിയിരിക്കുന്ന അവൾ താൻ പണ്ട് ഒളിച്ചും കൊതിയോടെയും നോക്കി നിന്ന തന്റെ ആ പഴയ അച്ചുവേ അല്ലെന്ന് പോലും ഒരു നിമിഷം അരുണിന് തോന്നിപ്പോയി. അരുൺ! അവൻ മുറിയിലേക്ക് കയറാൻ പോയതും പുറകിൽ നിന്നും മരിയ പതുക്കെ വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കി മരിയയ്ക്ക് അരികിലേക്ക് ചെന്നു. രാവിലെ നീ പോയതിൽ പിന്നെ അവൾ ഈ ഇരിപ്പാണ്. അവൾ വയലന്റ് ഒന്നുമല്ല. ആരെയും ഉപദ്രവിക്കാനോ ബഹളം വെക്കാനോ ഒന്നും പോകുന്നില്ല. പക്ഷേ ആരോടും ഒന്നും സംസാരിക്കുന്നില്ല. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും കൈനീട്ടി വാങ്ങില്ല. വല്ലാത്തൊരു മെന്റൽ ട്രോമയിലാണ് അവൾ, മരിയ വിഷമത്തോടെ പറഞ്ഞു. മരിയ പറഞ്ഞത് കേട്ടപ്പോൾ അരുണിന് വല്ലാത്ത സങ്കടം തോന്നി. ഇന്നലെ രാത്രി ആ മൃഗങ്ങളിൽ നിന്നും ഏൽക്കേണ്ടി വന്ന ആ വലിയ ക്രൂരതയുടെ ആ ഷോക്കിന്റെ നടുവിലാണ് അവൾ ഇപ്പോഴുമെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. അതിൽ നിന്നും അവൾ പുറത്തു വരാൻ കുറച്ചു സമയം എടുക്കുമെന്ന് മരിയയ്ക്കും അരുണിനും അറിയാമായിരുന്നു. പക്ഷേ അവളെ ആ അവസ്ഥയിൽ അവിടെ ഇട്ടു പോകാൻ അവന് കഴിയില്ലായിരുന്നു. മരിയയെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് അരുൺ പതിയെ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയതും കണ്ടു ഒരു മൂലയിൽ കൂനിക്കൂടി കാൽമുട്ടിൽ മുഖം ചേർത്തിരിക്കുന്നവളെ. അവൻ അച്ചുവിനരികിൽ ചെന്ന് മുട്ടുകുത്തിയിരുന്നു. പെട്ടെന്ന് അരികിൽ ആരോ വന്നിരിക്കുന്നതറിഞ്ഞ അവൾ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് മുഖമുയർത്തി. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന പേടി അരുൺ വ്യക്തമായി കണ്ടിരുന്നു. പേടിക്കേണ്ട അച്ചു, ഞാനാ നിന്റെ കണ്ണേട്ടൻ, അരുൺ അവളെ ആശ്വസിപ്പിക്കാൻ എന്നോണം പറഞ്ഞു. അരികിൽ ഇരിക്കുന്നത് അരുണാണെന്ന് കണ്ടതും അവളുടെ കണ്ണുകളൊന്ന് ശാന്തമായി. അവൻ അവളുടെ തണുത്തുറഞ്ഞ കൈകളിൽ പതിയെ പിടിച്ചു. അച്ചു മോളെ, വാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. അരുൺ അതീവ ആർദ്രമായി അവളെ വിളിച്ചു. എന്നാൽ അവളുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. അവൾ എങ്ങോ നോക്കി അങ്ങനെയിരുന്നു. അച്ചു വാ, ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ, നമുക്ക് പോകണ്ടേ? അവൻ വീണ്ടും നിർബന്ധിച്ചപ്പോൾ അവൾ വല്ലാത്തൊരു ഭാവത്തോടെ അവന്റെ കൈകൾ തട്ടിമാറ്റി. അവന്റെ കൂടെ പോവാൻ അവൾ ഒട്ടും തയ്യാറായിരുന്നില്ല. ഞാൻ വരുന്നില്ല, എനിക്ക് വരണ്ട, ഞാൻ എവിടേക്കുമില്ല, എവിടേക്കും, അവൾ തറപ്പിച്ചു പറഞ്ഞു. അവളുടെ ആ പറച്ചിലിൽ വല്ലാത്തൊരു കടുപ്പമുണ്ടായിരുന്നു. നീ വരുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും അച്ചു? എങ്ങോട്ട് പോകും? നീ ഇവിടെ നിൽക്കുവോ? അരുൺ സങ്കടത്തോടെ ചോദിച്ചു. പക്ഷേ അവൾക്ക് അതിന് കൃത്യമായൊരു ഉത്തരമില്ലായിരുന്നു. ആർക്കും വേണ്ടാത്ത തകർന്നു പോയ തന്റെ ഈ ശരീരം കൊണ്ട് ഇനി എങ്ങോട്ട് പോകാനാണ്? നല്ല സമയത്ത് തന്നെ താൻ എല്ലാവർക്കും ഒരു ബാധ്യതയായിരുന്നു. ആ അവരാണോ ഈ അവസ്ഥയിൽ തന്നെ സ്വീകരിക്കുന്നത്? ആലോചിക്കുമ്പോൾ തന്നെ അവൾക്ക് തന്റെ അവസ്ഥയോർത്ത് സങ്കടവും പുച്ഛവും ഒരുപോലെ തോന്നിപ്പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എനിക്ക് ഇനിയും ജീവിക്കണ്ട. എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളിക്കളഞ്ഞേക്ക്. എനിക്ക് ചത്താൽ മതി എനിക്ക്. കരഞ്ഞുകൊണ്ട് തന്നെ അവൾ അതുമാത്രം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ ആ വാക്കുകൾ അരുണിന്റെ നെഞ്ചു തകർത്തു കളഞ്ഞു. അവൻ അവളുടെ രണ്ടു തോളിലും പിടിച്ചു കുലുക്കി നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ജീവിക്കണ്ടേ, നമുക്ക് ജീവിക്കണ്ടേ അച്ചു? നമുക്കൊരുമിച്ച് ജീവിക്കണ്ടേ? നിന്റെ ഈ കണ്ണേട്ടനല്ലേ പറയുന്നത്? നിന്റെ കണ്ണേട്ടന് വേണ്ടി നിനക്ക് ജീവിക്കണ്ടേ? അവൻ തിരിച്ചു ചോദിച്ചു. എന്നാൽ അതിന് മറുപടിയായി അവൾ മുഖം തിരിച്ചു കളഞ്ഞു. വേണ്ട, ഞാൻ ചീത്തയാ, ചീത്ത.
പറയുമ്പോൾ അവൾ വീണ്ടും കരഞ്ഞുപോയി. അവളുടെ ഉള്ളിലെ കുറ്റബോധവും അപകർഷതാബോധവും അവളെ അത്രമേൽ തളർത്തിയിരുന്നു. അരുണിനെപ്പോലെ ഉന്നത നിലയിലുള്ള ഒരു ഓഫീസറുടെ ജീവിതത്തിലേക്ക് ഇരയാക്കപ്പെട്ട താൻ ഇനി കടന്നു ചെല്ലുന്നത് അവന് അപമാനമാകുമെന്ന് അവൾ കരുതിക്കാണും. അതിലുപരി തന്നെപ്പോലെ ഒരു പെൺകുട്ടിയല്ല അവന് ചേരുന്നത് എന്നൊരു ചിന്ത അവൾ അവന്റെ കൂടെ പോകാൻ ഒട്ടും കൂട്ടാക്കിയില്ല. പക്ഷേ അരുൺ അവിടുന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. 4 വർഷം ആരൊക്കെയോ ഉണ്ടാക്കിയെടുത്ത ഒരു കള്ളത്തിന്റെ പേരിൽ അറിഞ്ഞോ അറിയാതെയോ അവളെ നഷ്ടപ്പെട്ടു പോയതാണ്. ഇപ്പോൾ ഇങ്ങനെ അവകാശം പറയാൻ ആരുമില്ലാതെ ഇവളെ കയ്യിൽ കിട്ടിയപ്പോൾ ഇനി വിട്ടുകളയുന്നത് എങ്ങനെയാണ്? പ്രത്യേകിച്ച് ആകെ തകർന്നു നിൽക്കുന്ന ഈ അവസ്ഥയിൽ അവളെ ഉപേക്ഷിക്കാൻ അവനൊട്ടും കഴിയില്ലായിരുന്നു. ചീത്തയോ? ആര് പറഞ്ഞു നീ ചീത്തയാണെന്ന്? എന്റെ അച്ചു ചീത്തയല്ല, ഇനി ഒരിക്കലും ചീത്തയാവുകയുമില്ല. എനിക്കറിയാം അന്നും ഇന്നും നിന്റെ ഉള്ളില് ഞാനാണെന്ന്. ഇനിയും ഞാൻ തന്നെയായിരിക്കും. ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിലും എന്റെ ഉള്ളില് നീയുണ്ട്. ഇനിയും നീയേ ഉണ്ടാകൂ. അതുകൊണ്ട് എനിക്ക് നിന്നെ വേണം. നീ ഇല്ലാതെ ഇനിയും എനിക്ക് പറ്റില്ല. നിനക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണം അച്ചു. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അതിനൊന്നും പറയാതെ അവന്റെ കയ്യിൽ നിന്നും അവൻ പിടിച്ച അവളുടെ കൈ അടർത്തിയെടുത്തു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിട്ടുണ്ട്. അവളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് അവന് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. തന്നോടുള്ള സ്നേഹം അവൾ മനഃപൂർവ്വം ഉള്ളിലൊതുക്കി പിടിച്ചു നിൽക്കുന്നത് അവൻ അറിയുന്നുണ്ട്. അവന്റെ ഉള്ളം പിടഞ്ഞു. ഏതായാലും എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞേക്കാനല്ലേ പറഞ്ഞത്? ഇനി ജീവിക്കേണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പോ ഇനി എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഞാൻ എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന്. അത്രയും ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അച്ചുവിന്റെ എതിർപ്പുകളെയെല്ലാം അവഗണിച്ച് പിടിച്ചു പിടിയാലെ അരുൺ അവളെ എഴുന്നേൽപ്പിച്ചു. അവൾ കുതറി മാറാൻ നോക്കിയെങ്കിലും അവൻ അവന്റെ നെഞ്ചോട് അവളെ മുറുക്കെ ചേർത്തു പിടിച്ചു. ഒന്നും ആലോചിച്ച് വിഷമിക്കോ പേടിക്കോ വേണ്ട. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ. തന്റെ കൂടെ ഞങ്ങളൊക്കെയുണ്ട്. ഇറങ്ങാൻ നേരം മരിയ അച്ചുവിന്റെ കവിളിലൊന്ന് തട്ടി ആ കൈയിലൊന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അച്ചുവിന് മരിയയോട് വല്ലാത്ത കടപ്പാടും സ്നേഹവും തോന്നി. പക്ഷേ അവൾക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ നിറഞ്ഞ കണ്ണുകളോടെ മരിയയെ കെട്ടിപ്പിടിച്ചു. അച്ചുവിന്റെ ഉള്ളിൽ എന്തെന്ന് മനസ്സിലായതുപോലെ മരിയ അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അവളുടെ പുറത്ത് പതിയെ തട്ടിക്കൊടുത്തു. മരിയയോടും ആൽബിനോടും യാത്ര പറഞ്ഞ് അച്ചുവിനെ അവൻ അവന്റെ കാറിലേക്ക് കയറ്റി. അവൻ വിളിച്ചു പറഞ്ഞത് പ്രകാരം മരിയ അച്ചുവിന് വേണ്ട കുറച്ച് വസ്ത്രങ്ങളൊക്കെ അവൻ വരുമ്പോഴേക്കും വാങ്ങി വെച്ചിരുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ചോർത്ത് അവന് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലെത്തുമ്പോൾ അരുണിന്റെ ആ വലിയ വീട്ടിൽ അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അവന്റെ അമ്മയും അച്ഛനും 2 വർഷം മുൻപുണ്ടായ ഒരു അപകടത്തിൽ മരിച്ചു പോയിരുന്നു. പിന്നെ ആകെയുള്ളത് അവന്റെ അനിയൻ അമൽ മാത്രമാണ്. അവൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് അവൻ സുഹൃത്തുക്കളുടെ കൂടെ 2 ദിവസത്തെ ഒരു ട്രിപ്പിന് പോയിരിക്കുകയായിരുന്നു. അമൽ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത് എന്തുകൊണ്ടും നന്നായെന്ന് അരുണിന് തോന്നി. കാരണം അച്ചുവിന് ഇപ്പോൾ വേണ്ടത് പൂർണ്ണമായ ശാന്തതയാണ്. കൂട്ടത്തിൽ എന്താണ് ഏതാണെന്നൊക്കെ അവനോട് പറയേണ്ടിയും വന്നേനെ. വീടിന്റെ മുറ്റത്ത് കാർ വന്നു നിന്നു. അരുൺ ഡോർ തുറന്ന് ഇറങ്ങിയിട്ടും അച്ചു കാറിൽ നിന്നും ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. ശൂന്യമായ നോട്ടത്തോടെ അവൾ അങ്ങനെ തന്നെ ഇരുന്നു. അവൻ പതിയെ അവൾക്കരികിലേക്ക് ചെന്ന് കാറിന്റെ ഡോർ തുറന്നു. എന്നിട്ട് അവളുടെ കൈകളിൽ മൃദുവായി പിടിച്ച് പുറത്തിറക്കി. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ധൈര്യപ്പെടാതെ എങ്ങോട്ടോ നോക്കി നിർജീവമായി നിന്നു. അവൻ അവളുടെ കൈ വിടാതെ ചേർത്തു പിടിച്ച് ഉമ്മറത്തേക്ക് നടന്നു. ഉമ്മറത്തേക്കുള്ള ആദ്യത്തെ പടി ചവിട്ടുന്നതിന് തൊട്ടു മുൻപായി അവനൊന്ന് നിന്നു. പിന്നെ അവളെയൊന്ന് അവൻ തിരിഞ്ഞു നോക്കി. നിലവിളക്ക് തരാനും ആരതി ഒഴിഞ്ഞ് കൈപിടിച്ച് കയറ്റാനും ഒന്നും ഇവിടെ ആരുമില്ല അച്ചു. പക്ഷേ ഞാൻ താലി കെട്ടിയിരുന്നെങ്കിൽ എന്റെ പെണ്ണ് എങ്ങനെയാണ് എന്റെ വീട്ടിലേക്ക് കയറേണ്ടത് അതുപോലെ വേണം എന്റെ കൈ പിടിച്ച് നീ എന്റെ വീട്ടിലേക്ക് കയറാൻ. അതുകൊണ്ട് വലതുകാൽ വെച്ച് തന്നെ കയറിക്കോ. അവളുടെ കൈ ഒന്നുകൂടി മുറുക്കി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ട് തലയും കുനിച്ചു നിന്നിരുന്ന അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നെഞ്ചിനകത്ത് എന്തോ ഒരു സങ്കടം പോലെ, വേദന പോലെ. അവൾ ഒത്തിരി മോഹിച്ചതായിരുന്നില്ലേ ഇങ്ങനെ? ഒത്തിരി സ്വപ്നം കണ്ടതായിരുന്നില്ലേ ഇതൊക്കെ?
പക്ഷേ ആരൊക്കെയോ പിച്ചി ചീന്തിയവളായി, ഒന്നിനും പറ്റാത്തവളായി അവന്റെ കൂടെ ഇങ്ങനെ അവന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ അവളുടെ നെഞ്ച് വല്ലാതെ കീറി മുറിയുന്നുണ്ടായിരുന്നു. അത് മനസ്സിലായെന്നോണം അവളുടെ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ അവൻ തുടച്ചു കൊടുത്തു. അവന്റെ സ്പർശനം ഏറ്റതും അവൾ പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് അവനിൽ നിന്നും അകന്നു മാറി. എന്നാൽ അവൻ അതിന് സമ്മതിക്കാതെ അവളുടെ തോളിലൂടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവന്റെ ആ വീട്ടിലേക്ക് അവന്റെ പെണ്ണായി അവളെയും കൂട്ടി കയറി. അന്നും അതിന് പിറ്റേന്നും അവൾ ആ വീടിന്റെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി ചടഞ്ഞിരുന്നു. ആരോടും ഒന്നും മിണ്ടാതെ, ശ്വാസമെടുക്കാൻ പോലും മറന്നതുപോലെ. അവളെ ഈ അവസ്ഥയിൽ തനിച്ചാക്കി ഓഫീസിലേക്ക് പോകാൻ അരുണിന്റെ മനസ്സ് അനുവദിച്ചില്ല. അതുകൊണ്ട് അവൻ 2 ദിവസത്തേക്ക് ലീവ് എടുത്തു. പക്ഷേ ഒരു IPS ഓഫീസർ എന്ന നിലയിലുള്ള തന്റെ ഡ്യൂട്ടിയും ആ ദുഷ്ടന്മാർക്ക് വേണ്ടിയുള്ള അന്വേഷണവും അവൻ വീട്ടിലിരുന്ന് തന്നെ ചെയ്തു. വീട്ടിൽ ആഹാരം വെക്കുന്നതും വീട് വൃത്തിയാക്കുന്നതും ഉൾപ്പെടെയുള്ള സകല ജോലികളും അരുൺ ഒറ്റയ്ക്ക് ചെയ്യുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു. സമയാസമയം അവൻ ഭക്ഷണവും കൊണ്ട് അവൾക്കരികിൽ ചെല്ലും. ഒന്നും കഴിക്കില്ലെന്നതുപോലെ വാശിയിലിരിക്കുന്ന അവളെ അവൻ നിർബന്ധിച്ച് കഴിപ്പിച്ചു. ചിലപ്പോൾ വാരിക്കൊടുത്തു. അവളുടെ കണ്ണു നിറഞ്ഞു, നെഞ്ചു പിടഞ്ഞു. ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കൂടിയായ അവൻ തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അച്ചുവിന് ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധവും പ്രയാസവും തോന്നി തുടങ്ങി. താൻ കാരണം അവൻ ബുദ്ധിമുട്ടരുത് എന്ന് കരുതിയാകണം പിറ്റേന്ന് മുതൽ അവൾ പതിയെ അടുക്കളയിലേക്ക് കയറി തുടങ്ങിയത്. പക്ഷേ അവളുടെ ആരോഗ്യം ഓക്കെയല്ലെന്ന് പറഞ്ഞ് അവൻ അവളെക്കൊണ്ട് ഒരു ജോലിയും എടുപ്പിച്ചില്ല. 2 ദിവസത്തിനു ശേഷം അമൽ ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തി. ഹാളിലേക്ക് കയറി വന്ന അവൻ ആദ്യം കണ്ടത് അടുക്കള ഭാഗത്തു നിന്നും ഹാളിലേക്ക് കയറി വന്ന അച്ചുവിനെയാണ്. അവളെ കണ്ടതും അവനൊരു നിമിഷം ആകെ ഞെട്ടിത്തരിച്ചു പോയി. പക്ഷേ ആ ഞെട്ടൽ പെട്ടെന്ന് തന്നെ വലിയൊരു സന്തോഷത്തിന് വഴിമാറി. ഏട്ടത്തി, ആവേശത്തോടെ വിളിച്ചുകൊണ്ട് അമൽ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അവന്റെ ആ പെട്ടെന്നുള്ള വിളിയിലും കെട്ടിപ്പിടുത്തത്തിലും അച്ചു ശരിക്കും ഞെട്ടിപ്പോയി. ഭയം കലർന്ന ആ പരിഭ്രമം അവളുടെ മുഖത്ത് വ്യക്തമായിരുന്നു. എത്ര നാളായി ഞാനും ഏട്ടനും ഏട്ടത്തിയെ കാത്തിരിക്കുന്നു, അവൻ പറഞ്ഞുകൊണ്ട് കണ്ടിട്ടും വിശ്വാസം വരാത്തതുപോലെ അവളെ ആകെയൊന്ന് നോക്കി. പിന്നെ വീണ്ടും തുടർന്നു. അല്ല, അത് പോട്ടെ, ഏട്ടത്തിയുടെ കല്യാണം കഴിഞ്ഞു പോയെന്നൊക്കെയായിരുന്നല്ലോ ഞങ്ങൾ അറിഞ്ഞത്. ഞാൻ പോകുന്നത് വരെ ഏട്ടനൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ. പിന്നെ പെട്ടെന്ന് എന്തു സംഭവിച്ചു? ഇപ്പോ എങ്ങനെ ഇവിടെ? എന്താ ഇവിടെ സംഭവിച്ചത്? അമൽ അത്ഭുതത്തോടെ ഒന്നിനു പുറകെ ഒന്നായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അച്ചു ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്നും പുറത്തു വന്നിരുന്നില്ല. എന്നിട്ടും അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവൾക്കുള്ളിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൾ എന്ത് പറയണമെന്നറിയാതെ ശില പോലെ നിന്നുപോയി. എന്താ ഏട്ടത്തി ഒന്നും മിണ്ടാത്തെ? അമൽ വീണ്ടും ചോദിച്ചു. അപ്പോഴാണ് അരുൺ അങ്ങോട്ടേക്ക് വന്നത്. അമൽ ചോദിക്കുന്നത് കേട്ട് ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന അച്ചുവിനെ കണ്ടുകൊണ്ടാണ് അരുൺ അവിടേക്ക് വന്നത്. അവൻ വേഗം മുഖത്തൊരു ചിരിയെടുത്ത് അണിഞ്ഞുകൊണ്ട് അവൾക്ക് അരികിലേക്ക് വന്നു. നിന്റെ ഏട്ടത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലായിരുന്നടാ. ഞാൻ ഇവളെ കെട്ടാതിരിക്കാൻ വേണ്ടി ഇവളുടെ വീട്ടുകാർ ഇവളെ മാറ്റിയതായിരുന്നു, അരുൺ പറഞ്ഞു. അല്ല, എന്നിട്ട് എങ്ങനെ ഏട്ടത്തി ഇവിടെ എത്തി? ഏട്ടത്തിയുടെ മുഖത്ത് ഇതെന്താ പറ്റിയത്? അവളുടെ മുഖത്തെ ആ ചതവുകളിലേക്കും മുറിപ്പാടുകളിലേക്കും വിരൽ ചൂണ്ടി അമൽ വീണ്ടും ചോദിച്ചു. അതു കേട്ടതും അച്ചുവിന്റെ ഉള്ളൊന്നു പിടഞ്ഞു. അവൾ എന്തു പറയണമെന്നറിയാതെ താഴേക്ക് നോക്കി. അത് ഇവിടെ വെച്ച് ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായതാ. ഒരു ബൈക്കുകാരൻ ഇടിച്ചു തെറിപ്പിച്ചു. വഴിയിൽ കിടന്നത് നമ്മുടെ അച്ചുവാണെന്ന് മനസ്സിലായപ്പോ പിന്നെ ഞാൻ വിട്ടുകൊടുത്തില്ല. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ട് കൂട്ടി. യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അരുൺ പറഞ്ഞു. അച്ചു വല്ലാത്തൊരു ദയനീയതയോടെ അരുണിനെ നോക്കിയതും അവനൊന്ന് അവളെ നോക്കി കണ്ണു ചിമ്മി. തന്റെ ജീവിതത്തിൽ നടന്ന ആ ക്രൂരത മറച്ചു വെക്കാൻ അവൻ മെനഞ്ഞ ആ നുണ കേട്ടിട്ടും അത് തിരുത്തി പറയാനോ സത്യം വിളിച്ചു പറയാനോ കഴിയാതെ നിൽക്കാനേ അവൾക്ക് ആകുന്നുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഏട്ടത്തിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അമൽ അതീവ സ്നേഹത്തോടെ അച്ചുവിനോട് ചോദിച്ചു. അവന്റെ ആ നിർമ്മലമായ സ്നേഹത്തോടെയുള്ള ചോദ്യത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ അവൾക്കായില്ല. അവൾ പതുക്കെ ഇല്ലെന്ന അർത്ഥത്തിൽ തലയാട്ടി. അന്ന് അവിടെ വെച്ചാണ് അപ്പുവും അവന്റെ ഏട്ടത്തിയും തമ്മിലുള്ള ആ ആത്മബന്ധം തുടങ്ങുന്നത്. അവളും അമലിനെ സ്നേഹത്തോടെ അപ്പു എന്ന് വിളിക്കാൻ തുടങ്ങി. അതുവരെ ഏട്ടൻ പറഞ്ഞു മാത്രം അറിഞ്ഞിരുന്ന ഏട്ടത്തി.
ഏട്ടത്തിയുടെ കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞപ്പോൾ തകർന്നു പോയ ഏട്ടന്റെ ആ പഴയ അവസ്ഥ ഇതെല്ലാം അപ്പു കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഏട്ടൻ ഏട്ടത്തിയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. പിന്നീട് അപ്പു ഏട്ടത്തിയിൽ നിന്നും അകന്നു മാറിയിട്ടേയില്ല. എപ്പോഴും ഏട്ടത്തി ഏട്ടത്തി എന്ന് വിളിച്ചുകൊണ്ട് അവൾക്ക് ചുറ്റും തന്നെയാണ് അവൻ. അവന്റെ ലോകം തന്നെ പിന്നീട് അവന്റെ ഏട്ടത്തിയാണ്. അപ്പുവിന്റെ ആ നിഷ്കളങ്കമായ സ്നേഹവും സാമീപ്യവും അച്ചുവിനും വലിയൊരു മാറ്റം വരുത്തി. ഏട്ടത്തി എന്നതിനേക്കാൾ ഉപരി അവൾ അവനെ ഒരു അമ്മയെപ്പോലെ നോക്കാൻ തുടങ്ങി. അവനോട് അവൾ നന്നായി സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ അരുണിനോട് അവൾ ഇപ്പോഴും ഒന്നും മിണ്ടാറില്ലായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വല്ലപ്പോഴും 1-2 വാക്കുകൾ മാത്രം സംസാരിക്കും. അവളുടെ ഉള്ളിലെ ആ അപകർഷതാബോധം അവനെ അഭിമുഖീകരിക്കുന്നതിൽ നിന്നും അവളെ തടഞ്ഞു. പിന്നീട് ശരീരം കുറച്ചൊന്ന് ഓക്കെ ആയതും അവൾ ആ വീട്ടിലെ സകല ജോലികളും സ്വയം ഏറ്റെടുത്തു ചെയ്തു തുടങ്ങി. അടിച്ചുവാരലും തുടയ്ക്കലും പാത്രം കഴുകലുമായി അവൾ ആ വീട്ടിലെ ഒരു വേലക്കാരിയിലേക്ക് സ്വയം മാറി തുടങ്ങിയിരുന്നു. തന്റെ മനസാക്ഷിയെ അല്പമെങ്കിലും സമാധാനിപ്പിക്കാൻ താൻ ഒരു അധികപ്പറ്റല്ലെന്ന് സ്വയം ബോധിപ്പിക്കാൻ വേണ്ടി അവൾ കണ്ടെത്തിയ ഒരു വഴി കൂടിയായിരുന്നു അത്. ഇതിനിടയിൽ അരുൺ അവളുടെ കഴുത്തിൽ താലി ചാർത്തി. താൻ അതിന് യോഗ്യയല്ലെന്നും കല്യാണം വേണ്ടെന്നും അവൾ ഒത്തിരി തവണ അവനോട് കരഞ്ഞു പറഞ്ഞതാണ്. പക്ഷേ അവളുടെ ഒരു തർക്കങ്ങൾക്കും വഴങ്ങാതെ അവന്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് മുന്നിൽ ഒടുവിൽ അവൾക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. വിവാഹത്തിന് ശേഷം അരുൺ അവളുടെ വീട്ടുകാരെ വിളിച്ച് വിവരം അറിയിച്ചു. ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം പോലും അവർ അവളെക്കുറിച്ച് അന്വേഷിച്ചത് പോലുമില്ലെന്നത് അവനെ കുറച്ചൊന്നുമല്ല വേദനിപ്പിച്ചത്. തന്റെ പെണ്ണ് മറ്റുള്ളവർക്ക് ഇത്രയൊക്കെ ഉള്ളൂ എന്നവൻ വീണ്ടും ഒരിക്കൽ കൂടി വേദനയോടെ തിരിച്ചറിഞ്ഞു. അവളുടെ ഉള്ളിലും ഈ ഒരു വേദന ആവോളം ഉണ്ടായിരുന്നു. അച്ചുവിനെ കാണാനില്ലെന്ന് പറഞ്ഞ് അവർ നൽകിയ ആ മിസ്സിംഗ് കേസ് ഒഫീഷ്യലായി ക്ലോസ് ചെയ്തു. അച്ചുവിന്റെ കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞപ്പോൾ ആ വീട്ടുകാർക്ക് വലിയ സന്തോഷമോ സങ്കടമോ ഒന്നും തോന്നിയില്ല എന്ന് പറയുന്നതാവും ശരി. IPS ആണെന്ന് കരുതി ബന്ധം സ്ഥാപിക്കാൻ പോയാൽ പിന്നെ അതും ഒരു ചെലവാകും എന്നവർ കരുതി. കാരണം അവർക്കവൾ എന്നെ ഒരു ബാധ്യതയായിരുന്നു. മിസ്സിംഗ് കേസ് ക്ലോസ് ചെയ്യേണ്ട കാര്യം മാത്രമാണ് അരുൺ അവരോട് പറഞ്ഞത്. അല്ലാതെ അവരുമായി കൂടുതൽ ഒരു ബന്ധം സ്ഥാപിക്കാൻ അവനും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ആ വീട്ടിൽ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഏകദേശം 3 മാസം തികയാറായപ്പോഴാണ് ആ വലിയ സത്യം അവർ അറിയുന്നത്. അച്ചു ഗർഭിണിയാണ്. മരിയ തന്നെയാണ് അവളെ പരിശോധിച്ചത്. മരിയ ഒരു ഗൈനക്കോളജിസ്റ്റ് കൂടിയായിരുന്നു. റിപ്പോർട്ട് അറിഞ്ഞ നിമിഷം അച്ചു ആകെ തകർന്നു പോയി. അവൾക്ക് ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണമായിരുന്നു. തനിക്ക് നേരെ ക്രൂരത പ്രവർത്തിച്ച ആ നീചന്മാരുടെ കുഞ്ഞിനെ സ്വന്തം വയറ്റിൽ ചുമക്കാൻ അവൾക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. എനിക്ക് ഈ കുഞ്ഞ് വേണ്ട കണ്ണേട്ടാ, ഇത് കളയണം, എനിക്കിത് വേണ്ട, അവൾ കരഞ്ഞു നിലവിളിച്ചു. പക്ഷേ അരുൺ അതിന് സമ്മതിച്ചില്ല. ഒന്നും അറിയാത്ത ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു അച്ചു? അതും ഒരു ജീവനല്ലേ എന്ന് പറഞ്ഞ് അവനാണ് അവളെ ആ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിച്ചത്. മനസ്സുകൊണ്ട് ഒരിത്തിരി പോലും കളങ്കപ്പെട്ടിട്ടില്ലാത്ത തന്റെ അച്ചുവിന്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞു ജീവനെ, ആ അനാഥ ജീവനെ അവനും സ്വന്തം കുഞ്ഞിനെ പോലെ അംഗീകരിക്കുകയും സ്നേഹിച്ചു തുടങ്ങുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല അവളുടെ ഹെൽത്ത് അനുസരിച്ച് ഇപ്പോൾ അബോർഷൻ ചെയ്യുന്നത് ഒട്ടും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അത് ഒരുപക്ഷെ അവളുടെ ജീവന് വരെ ആപത്തായേക്കാം. അവരുടെ വിവാഹം കഴിഞ്ഞെങ്കിലും അവർ തമ്മിൽ ആ ബെഡ്റൂമിൽ ഒരിക്കൽ പോലും അടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരേ മുറിയിൽ ഒരേ കട്ടിലിൽ 2 ഭാഗത്തായി തിരിഞ്ഞുകിടന്നാണ് അവർ രാത്രികൾ തള്ളി നീക്കിയത്. അച്ചുവിന്റെ മനസ്സിലെ ആ വലിയ ആഘാതവും താൻ അശുദ്ധയാണെന്ന ചിന്തയും അവളെ അവനിലേക്ക് അടുക്കാൻ അനുവദിച്ചില്ല. ആദ്യമൊക്കെ ഓരോന്ന് സംസാരിച്ച് അവളുടെ പേടി മാറ്റി തന്നിലേക്ക് അടുപ്പിക്കാൻ അരുൺ ഒത്തിരി ശ്രമിച്ചിരുന്നു. എന്നാൽ അവൻ അരികിലേക്ക് വരുമ്പോഴൊക്കെ അവൾ ഭയത്തോടെയോ കുറ്റബോധത്തോടെയോ ദൂരേക്ക് മാറിപ്പോവുകയാണ് ചെയ്തത്. ആ അകൽച്ച അവനെ വല്ലാതെ വേദനിപ്പിച്ചു. ഒടുവിൽ അവളുടെ ആ മനഃപൂർവ്വമുള്ള അകൽച്ച കാരണം അവനും അവളോട് കൂടുതലൊന്നും മിണ്ടാതെയായി. അടുക്കളയിലെയും വീട്ടുകാര്യങ്ങളിലെയും എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ മാത്രമേ അവൻ പോലും ഇപ്പോൾ അവളോട് സംസാരിക്കാറുള്ളൂ. അത് അവൻ അവളോട് സംസാരിക്കാനോ അടുത്ത് ഇടപഴകാനോ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല. അവൾക്ക് താൻ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടാവരുതെന്ന് കരുതിയിട്ടാണ്.
കാരണം ഇതിനു മുൻപ് അവളെ മാറ്റിയെടുക്കാൻ അവൻ ഒത്തിരി ശ്രമിച്ചിരുന്നു. എന്നാൽ ഒരേ മുറിയിൽ കഴിയുന്ന ഏട്ടനും ഏട്ടത്തിയും തമ്മിൽ ഇത്രയും വലിയൊരു അകലമുണ്ടെന്ന് അപ്പുവിന് ഒട്ടും അറിയില്ലായിരുന്നു. തന്റെ മുൻപിൽ വെച്ച് അവർ മനഃപൂർവ്വം നാണം കാരണം അകലം പാലിക്കുകയാണെന്നാണ് അപ്പു കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ അച്ചു ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞപ്പോൾ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അപ്പുവായിരുന്നു. താനൊരു ചെറിയച്ഛനാകാൻ പോവുകയാണെന്ന ആവേശം അവന് അടക്കാനായില്ല. എന്റെ കുഞ്ഞാവ വരാൻ പോകുക, ഞാൻ ചെറിയച്ഛനാകാൻ പോകുക, ചെറിയച്ഛന്റെ പൊന്നേ എന്ന് പറഞ്ഞ് അവൻ എപ്പോഴും അച്ചുവിന് ചുറ്റും തന്നെയായിരുന്നു. അവൾ അടുക്കളയിൽ നിൽക്കുമ്പോഴും ഉമ്മറത്തിരിക്കുമ്പോഴുമൊക്കെ അപ്പു അവൾക്കരികിലേക്ക് വരും. ചെറിയച്ഛന്റെ വാവേ, ചെറിയച്ഛന്റെ പൊന്നേ, വേഗം വാട്ടോ എന്ന് വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞിനോട് കൊഞ്ചും. അപ്പുവിന്റെ ആ നിഷ്കളങ്കമായ വിളികളും സ്നേഹവും കേൾക്കുമ്പോൾ അച്ചുവിന്റെ നെഞ്ച് വല്ലാതെ നോവും. ഉള്ളിൽ ആളിക്കത്തുന്ന ആ വലിയ സത്യം, ഈ വളരുന്ന കുഞ്ഞ് അവന്റെ ഏട്ടന്റേതല്ല എന്ന കഠിനമായ യാഥാർത്ഥ്യം അവളുടെ ഉള്ളിൽ കിടന്ന് തിളച്ചുമറിയും. ആ കുഞ്ഞിനെ ഓർത്ത് അപ്പു ഇത്രയേറെ സന്തോഷിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് ശ്വാസം മുട്ടും. എങ്കിലും അപ്പുവിനെ സങ്കടപ്പെടുത്താതിരിക്കാൻ ഉള്ളിലെ ആ വലിയ വേദന പുറത്തു കാണിക്കാതെ അവളെല്ലാം ഉള്ളിലൊതുക്കി നിൽക്കും. അരുണിന്റേതല്ല ഈ കുഞ്ഞെന്ന് താൻ ഇനി പറഞ്ഞാൽ അത് തന്നേക്കാൾ കൂടുതൽ തകർത്തു കളയുന്നത് അരുണിനെയാകുമെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. കാരണം അവന് തന്നെയും ഈ കുഞ്ഞിനെയും അത്രയ്ക്ക് ഇഷ്ടമാണ്. വെറുതെ ഒന്നു കിടന്ന അച്ചു നന്നായി ഒന്ന് മയങ്ങിപ്പോയിരുന്നു. ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ അവൾക്ക് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. വീണ്ടും നെഞ്ചു പിടച്ചു. അവൾ അവളുടെ വീർത്ത വയറിൽ കൈ ചേർത്തു വെച്ചു. കുഞ്ഞിനോട് അവൾക്ക് ഇപ്പോൾ ദേഷ്യമൊന്നുമില്ല. ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ആ കുഞ്ഞിനോട് സ്നേഹമുണ്ട് താനും. പക്ഷേ അതിന് കാരണക്കാരായവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവളുടെ ഞരമ്പുകൾ എടുത്തു പിടിക്കും. തല പൊട്ടിപ്പിളരുന്നത് പോലെ തോന്നും. ദേഷ്യവും സങ്കടവും സഹിക്കാൻ കഴിയാതെ നിൽക്കുമ്പോഴേക്കും ഒരുവന്റെ മുഖം ഓർമ്മ വരും. താൻ വെറുപ്പോടെ മാറ്റി നിർത്തിയിട്ടും തന്നെ അത്രമേൽ സ്നേഹത്തോടെ ഇന്നും ചേർത്ത് പിടിക്കുന്ന തന്റെ കണ്ണേട്ടൻ, തന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന, താൻ ഉറങ്ങുമ്പോൾ തന്റെ അരികിൽ വന്ന് വയറിൽ കൈവച്ച് കുഞ്ഞിനോട് സംസാരിക്കുന്ന തന്റെ പ്രാണനും ജീവനും ആയവനെ, മനസ്സുകൊണ്ട് തന്റെ കുഞ്ഞിന്റെ അച്ഛനായവനെ. അവനെ ഓർക്കുമ്പോൾ അവളുടെ ഉള്ളമൊന്ന് തണുക്കും. എന്നാൽ അതേ സമയം തന്നെ കുറ്റബോധം കൊണ്ട് നീറിപ്പുകയുകയും ചെയ്യും. 5 മണിയാകുമ്പോഴേക്കും അവൾ മെഡിക്കൽ റിപ്പോർട്ട്സും എല്ലാം എടുത്ത് റെഡിയായി നിന്നു. കൂടാതെ ഒരു കുപ്പിയിൽ അല്പം വെള്ളവും എടുത്തു പിടിച്ചു. അവൻ വരുന്നതും നോക്കി അവനെയും കാത്ത് ആ ഉമ്മറത്ത് അവൾ അങ്ങനെയിരുന്നു. അരുണിനെയും കാത്ത് ഉമ്മറത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് വയറ്റിലൊരു വേദന അനുഭവപ്പെട്ടത്. അടിവയറ്റിൽ നിന്നും വന്യമായൊരു വേദന ഇരച്ചു കയറി. ഒപ്പം വസ്ത്രം നനച്ചുകൊണ്ട് വാട്ടർ ബ്രേക്കുമായി. സഹിക്കാൻ കഴിയാത്ത ആ വേദനയിൽ അവളുടെ മുഖം വലിഞ്ഞു മുറുകി. അവൾ ഒരു നിമിഷം ശ്വാസം കിട്ടാതെ പിടഞ്ഞുപോയി. മുൻപൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ആ വേദനയിൽ അവളുടെ ശരീരം വല്ലാതെ വിറച്ചു. ഒട്ടും സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവൾ വിയർത്തു കുളിച്ച കൈകൾ കൊണ്ട് എങ്ങനെയൊക്കെയോ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം വെച്ചിരുന്ന കവറിൽ ഇട്ടിരുന്ന തന്റെ ഫോൺ എടുത്തു. വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് അവൾ അവളുടെ കണ്ണേട്ടന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ആ സമയം അരുൺ ഓഫീസിൽ വെച്ചിരുന്ന തന്റെ ബുള്ളറ്റിൽ വീട്ടിലേക്ക് വരികയായിരുന്നു. 5:30 തന്നെ അച്ചുവിനെയും കൂട്ടി മരിയയുടെ വീട്ടിലേക്ക് എത്തണമെന്ന് മരിയ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു തിടുക്കത്തിലായിരുന്നു അവൻ ഡ്രൈവ് ചെയ്തിരുന്നത്. പെട്ടെന്നാണ് അവന്റെ ഫോൺ റിംഗ് ചെയ്തത്. അവൻ വണ്ടി സൈഡാക്കി ഫോൺ എടുത്തു. ഡിസ്പ്ലേയിലേക്ക് നോക്കിയ അവൻ ഒരു നിമിഷം അമ്പരന്നു. അച്ചു. സ്ക്രീനിൽ അവളുടെ പേര് തെളിഞ്ഞു നിൽക്കുന്നു. വിവാഹം കഴിഞ്ഞ് ഇത്ര മാസമായിട്ടും അവൾ ഒരിക്കൽ പോലും അവനെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളായിരിക്കും ഈ സമയത്ത് വിളിക്കുന്നതെന്ന് അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതാവണം അവന് ഉള്ളിൽ എന്തോ ഒരു വല്ലാത്ത വെപ്രാളവും ആദിയും തോന്നിയത്. ഹലോ അച്ചു. ഫോണെടുത്ത് അവൻ ചോദിക്കുമ്പോഴേക്കും അപ്പുറത്തു നിന്നും അവൻ കേട്ടത് നെഞ്ചു പൊട്ടുന്ന അവളുടെ കണ്ണേട്ട എന്ന വിളിയായിരുന്നു. ആ വിളി കഴിഞ്ഞ 4 വർഷമായി, ഈ കഴിഞ്ഞ കുറെ മാസങ്ങളായി അവൻ അവളുടെ നാവിൽ നിന്നും ഒന്ന് കേൾക്കാൻ അത്രയേറെ ആഗ്രഹിച്ച കൊതിച്ച ആ വിളി. പക്ഷേ ആ വിളി കേട്ടിട്ടും അവന് മനസ്സറിഞ്ഞ് ഒന്ന് സന്തോഷിക്കാൻ പോലും ആ നിമിഷത്തിൽ കഴിഞ്ഞില്ല. കാരണം അവളുടെ ആ ശബ്ദത്തിൽ പ്രണയമായിരുന്നില്ല ഉണ്ടായിരുന്നത്. വല്ലാത്തൊരു നിലവിളിയും വേദനയുമായിരുന്നു.
അവൾ അവിടെ കിടന്ന് അലറി കരയുകയായിരുന്നു. അച്ചു, എന്താ മോളെ, എന്തു പറ്റി? അരുണിന്റെ ഹൃദയമിടിപ്പ് ഇരട്ടിയായി. അവൻ വല്ലാതെ പരിഭ്രമിച്ചു പോയി. എനിക്ക് വയ്യ കണ്ണേട്ടാ, ഒട്ടും പറ്റുന്നില്ല, വല്ലാതെ വേദനിക്കുക. വേദന കൊണ്ട് അച്ചുവിന്റെ ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഫോണിന്റെ അപ്പുറത്തിരുന്ന് അവൾ ശ്വാസമെടുക്കാൻ പോലും ആകാതെ കരയുന്നത് അവൻ വ്യക്തമായി കേട്ടു. അവളുടെ ആ കരച്ചിൽ കേട്ടതും അരുണിന്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അത് പ്രസവവേദന തുടങ്ങിയതാണെന്ന് മനസ്സിലാക്കാൻ അവൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ഒന്നുമില്ല മോളെ, നീ പേടിക്കല്ലേ, ഞാനിതാ ഇപ്പോ എത്തും, കരയല്ലേ. അവളോട് അങ്ങനെ പറയുമ്പോഴും അരുണിന്റെ ഉള്ളം വല്ലാതെ പിടയ്ക്കുന്നുണ്ടായിരുന്നു. ദൈവമേ, അവൾക്കും എന്റെ കുഞ്ഞിനും ഒന്നും പറ്റല്ലേ എന്ന് അവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പോയിരുന്നു ആ സമയം. അവൻ കോൾ കട്ട് ചെയ്ത് ഫോൺ പോക്കറ്റിലിട്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ വണ്ടിയെടുത്തു. അവന്റെ ബുള്ളറ്റ് വീട്ടുമുറ്റത്തേക്ക് പാഞ്ഞു കയറി ബ്രേക്കിട്ടതും ടയറുകൾ മണ്ണിൽ ഉരസി വലിയൊരു ശബ്ദമുണ്ടായി. വണ്ടിയിൽ നിന്നിറങ്ങി ഉമ്മറത്തേക്ക് ഓടിക്കയറിയ അവൻ കണ്ടത് നെഞ്ചു തകർക്കുന്ന കാഴ്ചയായിരുന്നു. ഉമ്മറത്തെ നിലത്ത് വേദന കൊണ്ട് കിടന്നു പുളയുകയായിരുന്നു അച്ചു. അവളുടെ വസ്ത്രങ്ങളെല്ലാം നനഞ്ഞു കുതിർന്നിരുന്നു. ഒലിച്ചിറങ്ങിയ വിയർപ്പിൽ മുടിയിഴകൾ മുഖത്തൊട്ടിപ്പിടിച്ചിരിക്കുന്നു. അച്ചു മോളെ. അരുൺ ശ്വാസമെടുക്കാൻ പോലും മറന്ന് അവൾക്കരികിലേക്ക് മുട്ടുകുത്തിയിരുന്നു. അവന്റെ ശബ്ദം കേട്ടതും വേദന കൊണ്ട് അടഞ്ഞു പോകാൻ പോയ കൺപോളകൾ അവൾ പതിയെ തുറന്നു. ആ കണ്ണുകളിൽ മരണഭയമായിരുന്നു. അവൾ വിറയ്ക്കുന്ന കൈകൾ നീട്ടി അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. കണ്ണേട്ടാ, എനിക്ക് വയ്യ. അവളുടെ ശബ്ദം തൊണ്ടക്കുഴിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടി. ഒന്നുമില്ലടാ, നിന്റെ കണ്ണേട്ടൻ വന്നില്ലേ, ഇനി പേടിക്കണ്ട, നമ്മളിതേ ഇപ്പോ ഹോസ്പിറ്റലിലെത്തും. അവളോട് പറയുമ്പോഴും അരുണിന്റെ നെഞ്ച് വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. 9 മാസം മുൻപ് ആ കാട്ടിൽ ചോരയൊലിപ്പിച്ചു കിടന്ന അതേ അവസ്ഥയിലാണ് അവൾ ഇപ്പോൾ തന്റെ മുന്നിലുള്ളതെന്ന് അവന് തോന്നിപ്പോയി. പക്ഷേ ഇപ്പോൾ ഭയപ്പെടാൻ സമയമില്ലായിരുന്നു. അവൻ ഒട്ടും ആലോചിച്ചില്ല. അച്ചുവിനെ കൈകളിൽ കോരിയെടുത്തു. അവളുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് അടങ്ങിയ കവറുമെടുത്ത് അവളെയും കൊണ്ട് അവൻ വേഗം കാറിനടുത്തേക്ക് ഓടി. അതീവ ജാഗ്രതയോടെ അവളെ പിൻസീറ്റിലേക്ക് ഇരുത്തി. അവൻ കാറിന്റെ ഡോർ അടച്ച് വേഗം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. വണ്ടി റിവേഴ്സ് എടുക്കുന്നതിനിടയിൽ തന്നെ അവൻ ഒരു കൈകൊണ്ട് ഫോണെടുത്ത് മരിയയെ വിളിച്ചു. 2 റിങ്ങിനകം മരിയ ഫോണെടുത്തു. അരുൺ, നിങ്ങൾ എവിടെ എത്തി? മരിയ ചോദിച്ചു. മരിയ, അച്ചുവിന് പെയിൻ സ്റ്റാർട്ട് ചെയ്തു, വാട്ടർ ബ്രേക്കായി. ഞാൻ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അരുണിന്റെ ശബ്ദത്തിലെ വെപ്രാളം കേട്ടതും മരിയ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി. നീ പേടിക്കാതെ വണ്ടി ഓടിക്കുക അരുൺ, ഹോസ്പിറ്റലിൽ എല്ലാം റെഡി ആയിരിക്കും, ഞാൻ വിളിച്ചു പറയാം. ഞാനും ദേ ഇറങ്ങി, ഡോണ്ട് പാനിക്, വേഗം ഇങ്ങോട്ട് പോര്. മരിയ അവന് ധൈര്യം പകർന്നു. കൂട്ടത്തിൽ അവളും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അവളുടെ വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് അധികം ദൂരം ഉണ്ടായിരുന്നില്ല, ഒരു 5 മിനിറ്റ്. അതുകൊണ്ട് തന്നെ അരുൺ അച്ചുവിനെയും കൊണ്ട് അവിടെ എത്തുമ്പോഴേക്കും മരിയ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. ഫോൺ കട്ട് ചെയ്ത് സീറ്റിലേക്ക് ഇട്ടുകൊണ്ട് അരുൺ കാറിന്റെ സ്പീഡ് കൂട്ടി. പിൻസീറ്റിൽ നിന്നും അച്ചുവിന്റെ കരച്ചിൽ ഉയരുന്നുണ്ടായിരുന്നു. ഓരോ തവണ അവൾ നിലവിളിക്കുമ്പോഴും അരുണിന്റെ ഉള്ളം പിടഞ്ഞു. അവളുടെ ജീവനും അവളുടെ വയറ്റിലെ ആ കുഞ്ഞു ജീവനും തന്റെ കൈകളിലാണെന്ന ബോധം വണ്ടി ഓടിക്കുമ്പോൾ അവനെ കൂടുതൽ ജാഗരൂകനാക്കി. ഹോസ്പിറ്റൽ മുറ്റത്തേക്ക് കാർ ഇരച്ചു കയറി നിൽക്കേണ്ട താമസം. അരുൺ വിളിച്ചു പറഞ്ഞതനുസരിച്ച് മരിയയും സ്ട്രെച്ചറുമായി അറ്റൻഡർമാരും അങ്ങോട്ടേക്ക് ഓടിയെത്തിയിരുന്നു. അരുൺ വേഗം പിൻസീറ്റിൽ നിന്നും അച്ചുവിനെ കോരിയെടുത്ത് സ്ട്രെച്ചറിലേക്ക് കിടത്തി. വിയർപ്പിൽ കുളിച്ച് വേദന കൊണ്ട് കണ്ണുകൾ തുറക്കാൻ പോലും കഴിയാതെ അവൾ പിടയുകയായിരുന്നു. അറ്റൻഡർമാർ സ്ട്രെച്ചർ വേഗത്തിൽ ലേബർ റൂം ലക്ഷ്യമാക്കി ഉരുട്ടി. കൂടെ തന്നെ അച്ചുവിന്റെ കൈയും പിടിച്ച് ഓടുകയായിരുന്നു അരുണും. അച്ചു തന്റെ മറ്റേ കൈകൊണ്ടുകൂടി അരുണിന്റെ കൈകളിൽ മുറുക്കെ പിടിച്ചു. ആ പിടിയിൽ മരണഭയം കലർന്നൊരു പിടച്ചിലുണ്ടായിരുന്നു. കണ്ണേട്ടാ, അവളുടെ ശബ്ദം വല്ലാതെ ഇടറി. കണ്ണുനീർ കവിളുകളിലൂടെ ഒലിച്ചിറങ്ങി. ഞാൻ ചത്തുപോവോ കണ്ണേട്ടാ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് ഞാൻ ചത്തുപോയാൽ നമ്മുടെ വാവയെ നോക്കിക്കോണേ. വേദനയുടെ പരകോടിയിലും അവൾ കരഞ്ഞുകൊണ്ട് അത് പറഞ്ഞപ്പോൾ അരുണിന്റെ നെഞ്ച് തകർന്നുപോയി. അവൻ അവളുടെ കൈകളിൽ 2 കൈകൾ കൊണ്ട് മുറുക്കി പിടിച്ചു. നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ നെറ്റിയിൽ പതിയെ തലോടി. ഇല്ലടാ, അങ്ങനെയൊന്നും പറയല്ലേ, നിനക്കും കുഞ്ഞിനും ഒന്നും പറ്റില്ല. നിങ്ങളില്ലാതെ എനിക്ക് പറ്റുമോ?
അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് നീ തിരിച്ചു വന്നേ പറ്റൂ. വരണം, ഞാൻ കാത്തിരിക്കും. അരുൺ നിറഞ്ഞ കണ്ണുകളോടെ അവളോട് പറഞ്ഞു. അവൾ ആ വേദനയ്ക്കിടയിലും അവനെ ഒന്ന് കണ്ണു നിറച്ചു നോക്കി. അപ്പോഴേക്കും മരിയ അരുണിനെ നോക്കി കണ്ണുകൊണ്ട് ആശ്വസിപ്പിച്ച ശേഷം സ്ട്രെച്ചർ അകത്തേക്ക് കയറ്റി. ലേബർ റൂമിന്റെ വാതിലുകൾ അടഞ്ഞു. വല്ലാത്തൊരു പേടിയോടെയും ആശങ്കയോടെയും അരുൺ ആ അടഞ്ഞ വാതിലിന് മുന്നിൽ തന്നെ തറഞ്ഞു നിന്നു. അവന്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ പരിഭ്രമത്തിനിടയിലും അവന്റെ മനസ്സ് അച്ചു ഒടുവിലായി പറഞ്ഞ ആ വാക്കുകളിൽ ചെന്നു നിന്നു. നമ്മുടെ വാവയെ നോക്കിക്കോണേ. അതെ, നമ്മുടെ വാവ. ആ വാക്കുകൾ അവന്റെ കാതുകളിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. അത്രയും കാലം ഏതോ ക്രൂരന്മാരുടെ പാപത്തിന്റെ കറയായി അവൾ ഭയത്തോടെ ഉള്ളിൽ ചുമന്ന ആ കുഞ്ഞിനെ ഒടുവിൽ പ്രസവവേദനയുടെ ആ നിർണായക നിമിഷത്തിൽ അവൾ വിശേഷിപ്പിച്ചത് നമ്മുടെ കുഞ്ഞ് എന്നാണ്. അതെ, നമ്മുടെ കുഞ്ഞ്, എന്റെയും നിന്റെയും മാത്രം കുഞ്ഞ്. ആ ചിന്ത ഉള്ളിലേക്ക് പെയ്തിറങ്ങിയതും ആ കഠിനമായ കാത്തിരിപ്പിന്റെയും ആശങ്കയുടെയും നടുവിലും അരുണിന്റെ ചുണ്ടിൽ വല്ലാത്തൊരു മനോഹരമായ പ്രണയം നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു. അവന്റെ കണ്ണുകളിൽ നിന്നും ആശ്വാസത്തിന്റെ കണ്ണുനീർ തുള്ളികൾ പെയ്തു. പെട്ടെന്നാണ് അവന് അപ്പുവിന്റെ കാര്യം ഓർമ്മ വന്നത്. അവൻ വേഗം ഫോണെടുത്ത് അപ്പുവിനെ വിളിച്ചു. അപ്പു, അച്ചുവിന് പെയിൻ വന്നു, ലേബർ റൂമിലാണ്. അപ്പു ഫോണെടുത്തതും അരുൺ പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി അപ്പു ഇപ്പൊ തന്നെ വരാമെന്നും പറഞ്ഞ് അപ്പുറത്തു നിന്നും ഫോൺ കട്ട് ചെയ്തു. തന്റെ കുഞ്ഞാവ വരാൻ പോകുന്നു എന്നറിഞ്ഞ നിമിഷം അവന് വീട്ടിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല. അവൻ ഞാനിതാ ഏട്ടാ എത്തി എന്നും പറഞ്ഞ് ഫോൺ വെച്ച് ധൃതിയിൽ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. മരിയയെ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഹോസ്പിറ്റൽ ഏതാണെന്ന് അവൻ അറിയാമായിരുന്നു. അധികം വൈകാതെ തന്നെ ലേബർ റൂമിന്റെ ആ വലിയ ഇരട്ട വാതിലുകൾ പതിയെ തുറക്കപ്പെട്ടു. നഴ്സിനൊപ്പം ചിരിച്ചുകൊണ്ട് മരിയ പുറത്തേക്ക് വരുന്നത് അരുണും അപ്പുവും ശ്വാസം അടക്കി പിടിച്ചു നോക്കി. മരിയയുടെ കൈകളിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ആ കുഞ്ഞു ജീവനുണ്ടായിരുന്നു. അരുൺ, ഇതാ നിന്റെ രാജകുമാരി. മരിയ നിറഞ്ഞ ചിരിയോടെ ആ കുഞ്ഞിനെ അരുണിന് നേരെ നീട്ടി. ഇളം റോസ് നിറത്തിൽ ഒരു ഇത്തിരി കുഞ്ഞ്. 9 മാസം മുൻപ് ഇരുളടഞ്ഞു പോയ തങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശമായി വന്ന മാലാഖക്കുട്ടി. വാവയെ ആദ്യമായി തന്റെ കൈകളിലേക്ക് വാങ്ങുമ്പോൾ അരുണിന്റെ കൈകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നെഞ്ചിൽ സ്നേഹത്തിന്റെ ഒരു വലിയ കടലിരമ്പി. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. 4 വർഷത്തെ സങ്കടങ്ങളും കഴിഞ്ഞ കുറെ മാസങ്ങളിലെ നോവുകളും ആ കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ അവന്റെ ഉള്ളിൽ നിന്നും എങ്ങോ മാഞ്ഞുപോയി. അവൻ നിറഞ്ഞ കണ്ണുകളോടെ ആ കുഞ്ഞിന്റെ പട്ടുപോലുള്ള കുഞ്ഞിക്കൈയിൽ അതീവ സ്നേഹത്തോടെ പതിയെ ചുംബിച്ചു. എന്റെ കുഞ്ഞ്, തങ്ങളുടെ മാത്രം കുഞ്ഞ്, അവന്റെ ഉള്ളം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അരികിൽ നിന്നിരുന്ന അപ്പുവിന്റെ കണ്ണുകളും സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. ഏട്ടാ, നമ്മുടെ വാവ പറഞ്ഞുകൊണ്ട് അപ്പു അതീവ സ്നേഹത്തോടെയും അത്ഭുതത്തോടെയും ആ കുഞ്ഞിനെ നോക്കി. ചെറിയച്ഛന്റെ പൊന്നേ എന്നു വിളിച്ച് അവൻ ആ കുഞ്ഞിക്കൈയിൽ തന്റെ ചുണ്ടുകൾ ചേർത്തു. അരുണിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. പെട്ടെന്നാണ് അരുണിന് അച്ചുവിനെ ഓർമ്മ വന്നത്. അവൻ വല്ലാത്തൊരു പരിഭ്രമത്തോടെ മരിയയുടെ മുഖത്തേക്ക് നോക്കി. മരിയ, അച്ചു, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവള് ഓക്കേ അല്ലേ? അവന്റെ ആ ചോദ്യം കേട്ട് മരിയയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ അരുണിന്റെ തോളിൽ പതിയെ തട്ടി. ഏയ്, അവൾക്ക് ഒരു കുഴപ്പവുമില്ലടാ, അവള് ഓക്കെയാണ്. ഡെലിവറിയുടെ സാധാരണ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഞങ്ങൾ അവളെ റൂമിലേക്ക് മാറ്റും. അപ്പോൾ കാണാം നിനക്ക് നിന്റെ അച്ചുവിനെ. ഇപ്പോൾ ഈ കുഞ്ഞാവയ്ക്ക് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെയുണ്ട്. ഞാൻ ഇവളെ അങ്ങോട്ട് കൊണ്ടുപോവാണേ. പറഞ്ഞുകൊണ്ട് മരിയ അരുണിന്റെ കൈകളിൽ നിന്നും കുഞ്ഞിനെ പതിയെ വാങ്ങി തിരികെ അകത്തേക്ക് നടന്നു. മരിയയുടെ ആ വാക്കുകൾ കേട്ടപ്പോഴാണ് അരുണിന്റെ നെഞ്ചിൽ കിടന്ന വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയത്. അവൾ ഓക്കെയാണ്. തന്റെ അച്ചുവിന് ഒരു കുഴപ്പവുമില്ല. വല്ലാത്തൊരു ആശ്വാസത്തോടെ അവൻ അവിടെയുണ്ടായിരുന്ന കസേരയിലേക്ക് ഇരുന്നു. അവന്റെ ഉള്ളിൽ നിന്നും ആശ്വാസത്തിന്റെ ഒരു വലിയ നെടുവീർപ്പ് അടർന്നു വീണു. ഏട്ടൻ ആശ്വാസത്തോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അപ്പുവും വന്ന് അവനരികിൽ ചേർന്നിരുന്ന് അവന്റെ കൈകളിൽ മുറുക്കെ പിടിച്ചു. ആ വലിയ ഹോസ്പിറ്റൽ ഇടനാഴിയിൽ വരാനിരിക്കുന്ന നല്ല നാളുകളെക്കുറിച്ചുള്ള പ്രതീക്ഷകളോടെ തങ്ങളുടെ പ്രാണനായ അച്ചുവിനെയും കുഞ്ഞിനെയും മുറിയിലേക്ക് മാറ്റുന്നതും കാത്ത് ആ സഹോദരങ്ങൾ 2 പേരും നിറഞ്ഞ സന്തോഷത്തോടെ അവിടെയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും അച്ചുവിനെ ലേബർ റൂമിൽ നിന്നും റൂമിലേക്ക് മാറ്റിയിരുന്നു. അരുണും അപ്പുവും പതിയെ മുറിയിലേക്ക് നടന്നു.
അകത്തേക്ക് കയറിയ അവർ കണ്ടത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ആ കുഞ്ഞു മാലാഖയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രസവത്തിന്റെ ക്ഷീണത്തിൽ കിടക്കുന്ന അച്ചുവിനെയാണ്. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ കണ്ണുകൾ തുറന്നു. അകത്തേക്ക് വരുന്നവരെ കണ്ടതും അവളുടെ നോട്ടം നേരെ ചെന്നത് അരുണിന്റെ മുഖത്തേക്കാണ്. കുറച്ചു സമയം കൊണ്ട് തന്നെ അവൻ വല്ലാതെ ക്ഷീണിച്ചതുപോലെ അവൾക്ക് തോന്നി. ആ കണ്ണുകളിലെ വെപ്രാളവും പേടിയുമെല്ലാം അവൾക്ക് വേണ്ടിയായിരുന്നല്ലോ എന്നോർത്തപ്പോൾ അവളുടെ ഉള്ളമൊന്ന് പിടഞ്ഞു. പക്ഷെ അപ്പുവിന് അതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലായിരുന്നു. അവൻ ഓടിച്ചെന്ന് കട്ടിലിനരികിൽ ഇരുന്ന് അവന്റെ ആ പൊന്നോമനയെ നോക്കാൻ തുടങ്ങി. വാവ എന്താ ഏട്ടത്തി കണ്ണു തുറക്കാത്തെ? അപ്പു അതീവ കൗതുകത്തോടെ ചോദിച്ചു. ഇപ്പോ ഉറങ്ങിയതേ ഉള്ളൂ അപ്പു. അച്ചുവിന്റെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. പിന്നെ അവൾ അവനെ നോക്കി ധൃതിയിൽ ചോദിച്ചു, നീ വീട്ടിൽ പോയിട്ടാണോ വന്നേ? എന്തേലും കഴിച്ചിരുന്നോ? വിശക്കുന്നുണ്ടോ നിനക്ക്? തെല്ലൊരു നിമിഷം കൊണ്ട് അവൾ അപ്പുവിന്റെ അമ്മയായി മാറി. അപ്പുവിനെ കുറിച്ചുള്ള ആവലാതി അവളുടെ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ഓ തുടങ്ങി. ഇങ്ങനെ പോയാൽ ഏട്ടനെ ഞാൻ അച്ഛ എന്നും ഏട്ടത്തിയെ അമ്മയെന്നും വിളിക്കേണ്ടി വരും. ഇതിപ്പോ നിങ്ങളുടെ മൂത്ത മോനാണ് ഞാനെന്ന് കരുതും. അപ്പു കള്ള ഗൗരവത്തോടെ പറഞ്ഞു. എങ്കിലും അവനത് ഇഷ്ടമായിരുന്നു. ഏട്ടത്തി വന്നതിൽ പിന്നെ അമ്മ എപ്പോഴും കൂടെയുണ്ടെന്നൊരു തോന്നലാണ്. അവനെ സംബന്ധിച്ച് അവന്റെ അമ്മയും അച്ഛനും തന്നെയാണ് അവന്റെ ഏട്ടനും ഏട്ടത്തിയും. നിനക്ക് അങ്ങനെ വിളിക്കണമെങ്കിൽ വിളിച്ചോടാ. എനിക്ക് നീ എന്റെ മൂത്ത മോൻ തന്നെയാ. അച്ചു സ്നേഹത്തോടെ അപ്പുവിന്റെ നെറ്റിയിലേക്ക് വീണുകിടന്ന മുടിയിഴകൾ പതിയെ ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് അരികിൽ നിന്ന അരുണിന്റെ കണ്ണുകൾ വീണ്ടും സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഒപ്പം മനസ്സും. അവളോടുള്ള ഇഷ്ടവും സ്നേഹവും ഓരോ ദിവസം കഴിയും തോറും കൂടുന്നേയുള്ളൂ. അവൻ ഓർത്തുകൊണ്ട് വാവയുടെ കയ്യിലൊന്ന് പതിയെ ചുണ്ടമർത്തി. അപ്പോഴാണ് അപ്പു ഒന്നും മിണ്ടാതെയിരിക്കുന്നവരെ ശ്രദ്ധിച്ചത്. അവന് തന്നെ എന്തോ ആകെയൊരു വല്ലായ്മ തോന്നി. അവർക്ക് മാത്രമായി കുറച്ചു സമയം കൊടുക്കാനെന്ന പോലെ അവനൊരു കോൾ ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയി. അവൻ പോയി കഴിഞ്ഞതും അരുൺ അവളെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളും അവന്റെ മുഖത്ത് തന്നെയാണ്. ഒത്തിരി വേദനിച്ചോ? അവൻ വല്ലാത്തൊരു അലിവോടെ അവളോട് ചോദിച്ചതും അവൾ പതിയെ ഇല്ലെന്ന് തലയാട്ടി. ആ ഒരു ചോദ്യത്തിൽ തന്നെ തന്റെ ഉള്ളിലുണ്ടായിരുന്ന സങ്കടമെല്ലാം അലിഞ്ഞു പോയതുപോലെ അവൾക്ക് തോന്നി. അരുൺ പതിയെ അവളുടെ തണുത്ത കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി പൊതിഞ്ഞു പിടിച്ചു. എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയോ നിന്നെ? ഒത്തിരി ഇഷ്ട. എത്ര വേദനയുണ്ടെങ്കിലും എല്ലാം ഉള്ളിലൊതുക്കി ചിരിച്ചു നടന്ന ഒരു കിലുക്കാമ്പെട്ടിയെപ്പോലെ വർത്താനം പറഞ്ഞിരുന്ന ആ +2കാരി. ഞാൻ അറിയുന്നില്ലെന്ന് കരുതി കൊതിയോടെ പ്രണയത്തോടെ എന്നെ നോക്കി നിന്നവൾ. അവളാ ഇപ്പോഴും എന്റെ മനസ്സിൽ. അതിൽ നിന്നും അവൾക്കൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. എനിക്ക് അവളെ വേണം. അവളെയാ വേണ്ടത്. ഇങ്ങനെ ബലം പിടിച്ച് മിണ്ടാതെ നടക്കുന്ന, ഞാൻ ഉറങ്ങിയാൽ മാത്രം എന്നോട് ചേർന്ന് കിടക്കുന്ന, ഉറങ്ങുമ്പോൾ മാത്രം എനിക്ക് ഉമ്മ തരുന്ന, എന്നോടുള്ള സ്നേഹം മുഴുവൻ വെറുതെ ഉള്ളിൽ ഒളിപ്പിച്ച് എന്നെ സ്നേഹിക്കുന്ന പെണ്ണിനെയല്ല എനിക്ക് വേണ്ടത്. എനിക്ക് ഞാൻ ഉണർന്നിരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന അച്ചുവിനെയാ വേണ്ടത്. തരാവോ എനിക്കവളെ? പ്ലീസ്. ഇത്രയും ഞാൻ എങ്ങനെയൊക്കെയോ സഹിച്ചു. ഇനി എനിക്ക് പറ്റില്ല. അവളില്ലാതെ ഇനിയും എനിക്ക് പറ്റില്ല അച്ചു. അവളുടെ കയ്യിലൊന്ന് അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ ഉറങ്ങുമ്പോൾ അവനൊന്നും അറിയുന്നില്ലെന്ന് കരുതി അവൾ കാണിച്ചിരുന്ന ആ സ്നേഹപ്രകടനങ്ങളെല്ലാം അവൻ അറിഞ്ഞിരുന്നു എന്ന തിരിച്ചറിവിൽ അച്ചുവിന്റെ ഉള്ളൊന്നു പിടഞ്ഞു. അവൾക്കൊരു വല്ലായ്മ തോന്നി. അവളുടെ കൈകളിൽ മുറുക്കെ പിടിച്ച് ആ കൈവെള്ളയിൽ അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് അവൻ പ്രതീക്ഷയോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ അണപൊട്ടിയൊഴുകി. അവളുടെ ഉള്ളിലെ സകല കുറ്റബോധങ്ങളും കപടമായ ആ ബലം പിടുത്തങ്ങളും അവന്റെ ആ ഒരൊറ്റ സ്നേഹപ്രകടനത്തിനു മുന്നിൽ പൂർണ്ണമായി തകർന്നടിയുകയായിരുന്നു. അപ്പു ഈ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നത് എത്ര കൊതിയോടെയാ ഞാൻ നോക്കിയിരുന്നിട്ടുള്ളതെന്ന് അറിയോ? എനിക്കും കൊതി തോന്നിയിരുന്നു എന്റെ കുഞ്ഞിനെ കൊഞ്ചിക്കാൻ, എന്റെ കുഞ്ഞിനോടൊന്ന് വർത്താനം പറയാൻ, വാവയുടെ അനക്കം അറിയാൻ, വാവയ്ക്ക് ഒത്തിരി മുത്തം കൊടുക്കാൻ. പക്ഷേ അതിനെല്ലാം നീ ഉറങ്ങുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നു മാത്രം. നീ ഉറങ്ങുമ്പോൾ ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അരുണിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അച്ചുവിന് തന്റെ കണ്ണീരിനെ ഒട്ടും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ തന്റെ ഉള്ളിലെ സ്നേഹം മുഴുവൻ അവളുടെ മുന്നിൽ തുറന്നു വെക്കുകയായിരുന്നു. അച്ചു,
അവൻ അവളുടെ കൈകളിൽ വീണ്ടും ഒന്നുകൂടി അമർത്തിപ്പിടിച്ചു. അവൻ പറയുന്നത് കേട്ട് അച്ചു ശ്വാസം അടക്കിപ്പിടിച്ച് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ പെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പറയുമ്പോൾ നീ വിശ്വസിക്കുമോ എന്നറിയില്ല. എനിക്ക് ഈ കുഞ്ഞിനെ ഒത്തിരി ഇഷ്ടമാടി. എന്റെ കുഞ്ഞല്ലേ ഇത്? അങ്ങനെയല്ലെങ്കിൽ അന്ന് നീ ഈ കുഞ്ഞിനെ ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിന് കൂട്ടുനിൽക്കില്ലായിരുന്നോ? എനിക്ക് എന്ത് ഇഷ്ടാണെന്ന് അറിയോ നിങ്ങളെ? എന്റെ ജീവനാണ് നിങ്ങള്. പറഞ്ഞുകൊണ്ട് അവൻ ആ കുഞ്ഞിക്കൈയിൽ വീണ്ടും ഒന്ന് മുത്തി. അവൻ പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അതുപോലെ തന്നെ അവളുടെയും. അവന്റെ ആ വാക്കുകളും കണ്ണീരും കണ്ടപ്പോൾ അച്ചുവിന്റെ ഉള്ളിലെ സകല സങ്കടങ്ങളും കുറ്റബോധങ്ങളും അലിഞ്ഞുപോയി. അറിയാമായിരുന്നു അവന് തന്നെയും ഈ കുഞ്ഞിനെയും ഇഷ്ടമാണെന്ന്. എങ്കിലും ഇത്രത്തോളം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. തന്നെയും തന്റെ കുഞ്ഞിനെയും ഇത്രമേൽ ജീവനായി സ്നേഹിക്കുന്ന ഈ മനുഷ്യന് മുന്നിൽ താൻ തോറ്റുപോകുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. കണ്ണുനീർ ധാരധാരയായി അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. ഇനി തനിക്കൊരു ബലം പിടുത്തത്തിനും കഴിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ തന്റെ കൈകൾ നീട്ടി അരുണിന്റെ മുഖം കൈക്കുമ്പിളിലെടുത്തു. എനിക്കും ഒത്തിരി ഇഷ്ടാ കണ്ണേട്ടാ, എന്നേക്കാൾ ഇഷ്ടാ. ഞാൻ ഏട്ടനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. നെഞ്ചു പൊട്ടിയുള്ള അവളുടെ ആ തുറന്നു പറച്ചിൽ കേട്ടതും അരുണിന്റെ കൺകോണുകളും ഏറെ നണിഞ്ഞു. പക്ഷേ എനിക്ക് പേടിയായിരുന്നു കണ്ണേട്ടാ. അവൾ അവനെ നോക്കി ഏങ്ങലടിച്ചു കരഞ്ഞു. മറ്റാരൊക്കെയോ പിച്ചു ചീന്തിയ കറപുരണ്ട ഈ ശരീരവുമായി ഞാൻ എങ്ങനെയാ എന്റെ ശുദ്ധനായ കണ്ണേട്ടന്റെ മുന്നിൽ നിൽക്കുക? അങ്ങനെയുള്ള ഞാൻ കണ്ണേട്ടന്റെ ഭാര്യയായിരിക്കുന്നത് ഏട്ടനോട് ചെയ്യുന്ന തെറ്റാവില്ലേ എന്നോർത്ത് എന്റെ ഉള്ളം എന്നും നീറുകയായിരുന്നു. അതുകൊണ്ട് മാത്രമാ ഞാൻ ഏട്ടനിൽ നിന്നും അകന്നു നിൽക്കാൻ നോക്കിയത്. ഏട്ടൻ ഉറങ്ങുമ്പോൾ മാത്രം ഏട്ടനെ തൊട്ടതും ഉമ്മ വെച്ചതും ഉണർന്നിരിക്കുമ്പോൾ ഏട്ടന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് യോഗ്യതയില്ലെന്ന് തോന്നിയതുകൊണ്ടാ. അവളുടെ ആ വാക്കുകൾ കേട്ടതും അരുൺ പിന്നെ ഒട്ടും ആലോചിച്ചില്ല. അവൻ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ആ നെഞ്ചിലെ ചൂടിലേക്ക് അവൾ തന്റെ മുഖം അമർത്തി പൊട്ടിക്കരഞ്ഞു. ഇനി ഒരിക്കലും നീ അത് പറയരുത് അച്ചു. അരുൺ അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. മനസ്സുകൊണ്ട് നീ ഇപ്പോഴും എന്റെ ആ പഴയ +2കാരി അച്ചു തന്നെയാണ്. നിന്റെ മനസ്സിൽ ഒരു കരയുമില്ല. പിന്നെ ഈ വാവ, ഇവൾ നമ്മുടെ മോളാണ്. എന്റെ ചോരയിൽ പിറന്ന എന്റെയും നിന്റെയും മാത്രം കുഞ്ഞ്. അതു കേട്ട് അവളുടെ കരച്ചിൽ ഒന്നുകൂടി കൂടിയതേയുള്ളൂ. മതി, ഇനിയും ഇങ്ങനെ കരയല്ലേ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ പുറത്ത് പതിയെ തട്ടി ആശ്വസിപ്പിച്ചു. അവൾ അവനിൽ നിന്നും ഒരൽപ്പം അകന്നു മാറി പ്രണയവും നന്ദിയും നിറഞ്ഞ കണ്ണുകളോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ആദ്യമായി അവൻ ഉണർന്നിരിക്കുമ്പോൾ തന്നെ അവന്റെ കവിളിൽ അമർത്തി മുത്തി. അവളുടെ ആ ചുംബനത്തിൽ തന്റെ ഇത്രയും വർഷത്തെ കാത്തിരിപ്പിന്റെ നോവും പ്രണയവും പൂർണ്ണമായി അടങ്ങിയിരുന്നു. അരുണിന്റെ ചുണ്ടിൽ വല്ലാത്തൊരു മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ നെറ്റിയിൽ തന്റെ ചുണ്ടുകൾ അമർത്തി. അല്ല കണ്ണേട്ട, ആ ദുഷ്ടന്മാരെ എന്തു ചെയ്തു? പെട്ടെന്ന് അവനിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് അവൾ ചോദിച്ചു. അവളുടെ ആ ചോദ്യം കേട്ട് അവൻ അവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി. അതു കണ്ട് അവളുടെ മുഖമൊന്ന് ചുളിഞ്ഞു. സത്യം പറ കണ്ണേട്ട, എന്താ ചെയ്തത്? ജീവനോടെയുണ്ടോ? അവൾ വീണ്ടും ചോദിച്ചു. ഞാനൊന്നും ചെയ്തില്ല, അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അത് വെറുതെ. കണ്ണേട്ടനല്ലേ ആള്? സത്യം പറ, എന്താ ചെയ്തത്? അവൾ വീണ്ടും ചോദിച്ചു. അല്ല, നീ ഇത് ഇപ്പോഴാണോ ചോദിക്കുന്നത്? ഇതുവരെ എന്തേ ചോദിക്കാതിരുന്നേ? നിനക്ക് അറിയേണ്ടായിരുന്നോ? അവനൊരു കുറുമ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതിനവൾക്ക് എന്തു പറയണമെന്നറിഞ്ഞില്ല. അവൾ എന്തു പറയണമെന്നറിയാതെ തപ്പിക്കളിച്ചതും അവനൊരു ചിരിയോടെ അവളെ വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ജീവനോടെ തന്നെയുണ്ട്, പക്ഷേ ഓരോ നിമിഷവും വേദന തിന്ന് ചത്തു ജീവിക്കുക. ഇപ്പോ അവര് ഏറ്റവും കൊതിക്കുന്നത് മരണമായിരിക്കും. അധികം വൈകാതെ അത് ഉണ്ടാവുകയും ചെയ്യും. പറയുമ്പോൾ അവന്റെ ഉള്ളിലെ അവരോടുള്ള പക വീണ്ടും തെളിഞ്ഞു കണ്ടു. അത് കണ്ടവൾക്ക് വല്ലാത്ത പേടി തോന്നി. കണ്ണേട്ട, എനിക്ക് പേടിയാവുന്നു. ഇതിന്റെ പേരിൽ കണ്ണേട്ടന് എന്തേലും പറ്റിയാൽ പിന്നെ അവൾ പറഞ്ഞുകൊണ്ട് കണ്ണു നിറച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് തന്നെ മാസം 6 കഴിഞ്ഞു. അവൻ പറഞ്ഞതും അവളുടെ കണ്ണ് ചുരുങ്ങി. അന്നേ ഇതിന്റെ പിന്നാലെയായിരുന്നു ഞാൻ.
നിന്നോട് ഇത് ചെയ്തവരെ കണ്ടുപിടിച്ച് വേണ്ടത് കൊടുത്തില്ലെങ്കിൽ ഞാൻ എന്തിനാടി പിന്നെ ഈ യൂണിഫോം ഇട്ട് നടക്കുന്നേ? പറഞ്ഞുകൊണ്ട് അവൻ തന്റെ നെഞ്ചിൽ താടി കുത്തി മുഖമുയർത്തി കണ്ണു നിറച്ചു തന്നെ നോക്കുന്നവളുടെ മുഖം നെഞ്ചിലേക്ക് തന്നെ അമർത്തിവെച്ചു. അവന്റെ നെഞ്ചിന്റെ മിടിപ്പിലേക്ക് മുഖം ചായ്ച്ചു കിടക്കുമ്പോൾ അച്ചുവിന് വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നി. അവന്റെ ആ നെഞ്ചിടിപ്പ് പോലും തനിക്ക് വേണ്ടിയാണെന്ന് അവൾക്ക് തോന്നി. പെട്ടെന്നാണ് വാതിൽ പതിയെ തുറന്ന് അപ്പു അകത്തേക്ക് നോക്കിയത്. ഏട്ടന്റെ നെഞ്ചിൽ ചേർന്നിരിക്കുന്ന ഏട്ടത്തി. ഏട്ടൻ ഏട്ടത്തിയെ രണ്ടു കൈകൊണ്ട് മുറുക്കെ ചേർത്തു പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാഴ്ച താൻ ഇതുവരെയും കണ്ടിട്ടില്ലെന്ന് അവൻ ഓർത്തു. അവരുടെ മുഖത്തെ ആ പഴയ കനപ്പൊക്കെ മാറി വല്ലാത്തൊരു പ്രണയവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നത് കണ്ടതും അപ്പുവിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അയ്യോ, ഞാനൊന്നും കണ്ടില്ലേ, ഞാൻ അപ്പുറത്ത് പോയി ഒരു ചായ കൂടി കുടിച്ചിട്ട് വരാം, അപ്പു കള്ളച്ചിരിയോടെ വിളിച്ചു പറഞ്ഞു. അപ്പുവിന്റെ ആ വിളി കേട്ടതും അച്ചു നാണത്തോടെ അരുണിന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. അരുൺ ഉറക്കെ ചിരിച്ചുകൊണ്ട് അപ്പുവിനെ അകത്തേക്ക് വിളിച്ചു. എടാ അപ്പു, ഇങ്ങോട്ട് കയറി വാടാ. അരുൺ വിളിച്ചതും അപ്പു ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു. അവൻ വന്ന് അച്ചുവിന്റെ കൈകളിൽ പതുക്കെ പിടിച്ചു. ഇത്രയും നാൾ ഈ ഏട്ടൻ ഒരൊറ്റ കാര്യമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. എന്റെ ഏട്ടത്തി വന്നാൽ ഈ വീട് വീണ്ടും പണ്ടത്തെ പോലെ സന്തോഷമുള്ളതാകുമെന്ന്. അതെത്ര സത്യമാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഇനി എന്റെ ഏട്ടത്തി എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ മതി, അപ്പു അതീവ സ്നേഹത്തോടെ പറഞ്ഞു. അവന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അച്ചുവിന്റെ കണ്ണ് വീണ്ടും നിറഞ്ഞു. പക്ഷേ അത് സങ്കടം കൊണ്ടായിരുന്നില്ല. ഒരു ഭാഗ്യം പോലെ തനിക്ക് ലഭിച്ച ഈ കുടുംബത്തെ ഓർത്തുള്ള സന്തോഷം കൊണ്ടായിരുന്നു. അവൾ അരുണിന്റെ നെഞ്ചോട് ചേർന്നുകൊണ്ട് തന്നെ അപ്പുവിന്റെ കൈകളിൽ മുറുക്കെ പിടിച്ചു. അപ്പോഴേക്കും അച്ചുവിന്റെ അരികിൽ കിടന്നിരുന്ന ആ കുഞ്ഞു മാലാക പതിയെ തന്റെ കുഞ്ഞിക്കൈകൾ ഉയർത്തി ഒന്ന് ഇളകി. അത് കണ്ടതും അപ്പുവിന് വീണ്ടും ആവേശമായി. ഏട്ടാ, ദാ നോക്കിക്കേ, കുഞ്ഞിപ്പെണ്ണ് കണ്ണു തുറക്കാൻ നോക്കുന്നു. ചെറിയച്ഛന്റെ പൊന്നല്ലേ ഇത്? അവൻ വല്ലാതെ കൊഞ്ചിക്കൊണ്ട് കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ ഇത്തവണ അതു കേട്ട് അച്ചുവിന് വല്ലായ്മയൊന്നും തോന്നിയില്ല. അരുണും അച്ചുവും പരസ്പരം നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. അരുൺ അവളുടെ തോളിലൂടെ കൈ ചേർത്ത് തന്റെ അരികിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. അത്രയും കാലം ആ വീടിനെ മൂടിയിരുന്ന കറുത്ത നിശബ്ദതകളെല്ലാം ആ കുഞ്ഞിന്റെ ജനനത്തോടെയും അവരുടെ പ്രണയത്തിന്റെ തിരിച്ചുവരവോടെയും അലിഞ്ഞു ഇല്ലാതായി കഴിഞ്ഞിരുന്നു. ഇനി വരാനിരിക്കുന്ന സുന്ദരമായ നാളുകളെക്കുറിച്ചുള്ള പ്രതീക്ഷകളോടെ തങ്ങളുടെ പ്രാണനായ ആ കുഞ്ഞു ജീവനെ നടുവിൽ കിടത്തി അവർ മൂന്നുപേരും നിറഞ്ഞ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പരസ്പരം നോക്കി ചിരിച്ചു.